എനിക്ക് സെൻട്രൽ ഹൗസിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് നമ്മുടെ ചെന്നൈയിലുള്ള ചെന്നൈ ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഈ ചെന്നൈ ലൈറ്റ് ഹൗസ് വന്നിട്ട് നമ്മുടെ ചെന്നൈയിലുള്ള മറൈൻ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ചെന്നൈയിലുള്ള ലൈറ്റ് ഹൗസ് ഉള്ളത്. ഈ മറൈന ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ചെന്നൈയിലുള്ള ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത മെയിൻ എൻട്രൻസ്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. കുട്ടികൾക്കാണെങ്കിൽ 10 രൂപയാണ്. പിന്നെ നമ്മൾ ഫോട്ടോ ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ 25 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും. അതായത് മൊത്തം നമുക്കൊരു 25ഉം 20ഉം കൂടെ 45 രൂപയാവും ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ്. പിന്നെ ചെന്നൈയിലുള്ള ലൈറ്റ് ഹൗസ് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. തിങ്കളാഴ്ച ദിവസം മാത്രമായിട്ടാണ് ഇവിടെ ഹോളിഡേ ആയിട്ട് ഉള്ളത്. ബാക്കി എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണ്. ഇതിൻ്റെ വർക്കിംഗ് ടൈമിംഗ് വന്നിട്ട് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം. പിന്നെ 3 മണി മുതലാണ് പിന്നെ വർക്കിംഗ് ഉള്ളത് 6 മണി വരെ. ആ 1 മണി മുതൽ 3 മണി വരെ ഇവിടെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ ആരൊക്കെ ഇവിടെ വന്നാലും ആ ടൈമിൽ അവർ ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ കഴിയുന്നതും ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾക്ക് ഇവിടെ വരാൻ ശ്രമിക്കേണ്ടത്. പിന്നെ ഈ ചെന്നൈ ലൈറ്റ് ഹൗസിന് കുറേ പ്രത്യേകതയുണ്ട്. കാരണം സിറ്റിയിലുള്ള ഏക ലൈറ്റ് ഹൗസും ഇതാണ്. അതുമാത്രമല്ല ലിഫ്റ്റുള്ള ഒരു ലൈറ്റ് ഹൗസും ഇതാണ് നമ്മുടെ ചെന്നൈയിലുള്ള ഈ ലൈറ്റ് ഹൗസ്. വേറെ ലൈറ്റ് ഹൗസിലൊക്കെ ലിഫ്റ്റ് ഉണ്ടെങ്കിലും പക്ഷേ അങ്ങനെ ചില ലൈറ്റ് ഹൗസിൽ മാത്രമായിട്ടാണ് നമുക്കിങ്ങനെ ലിഫ്റ്റ് കാണാറുള്ളൂ. അങ്ങനെ നമ്മൾ ചെന്നൈയിലെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ടോപ്പിൽ നിന്നുള്ള ഒരു കാഴ്ച ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു കിടിലൻ ഫീലാണുള്ളത്. ഇതിൽ നിന്നും കുറച്ചും കൂടെ ഒരു സ്റ്റെയർ കയറി നമുക്ക് വേറെ ടോപ്പ് വ്യൂവും കൂടെ കാണാൻ പറ്റും. അതിൻ്റെ കാഴ്ച നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഈ ചെന്നൈയിലുള്ള ലൈറ്റ് ഹൗസ് വന്നിട്ട് ഈസ്റ്റ് കോസ്റ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഈ ചെന്നൈയിലുള്ള ലൈറ്റ് ഹൗസ് അവർ ബിൽഡ് ചെയ്തത്. ഇത് 1976 ഇത് അവർ കൺസ്ട്രക്ട് ചെയ്തത്. 1977 അവർ ഇതൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇത് പബ്ലിക്കിനായിട്ട് റീ ഓപ്പൺ ചെയ്തത് നവംബർ 16 2013 ഇത് പബ്ലിക്കിന് വേണ്ടി റീ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചെന്നൈയിലുള്ള ലൈറ്റ് ഹൗസിൻ്റെ മേളിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. നമുക്ക് ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആ ഒരു സിറ്റിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച, അപ്പുറത്തെ സൈഡ് നമുക്ക് കടലും കാണാൻ പറ്റുന്നതാണ്. നല്ലൊരു കിടിലൻ ബീച്ചാണ്. ആ കാണുന്നതൊക്കെ നമ്മുടെ മറീന ബീച്ചിൻ്റെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി കാണാൻ ശ്രമിക്കുക മറീന ബീച്ചിൻ്റെ. പിന്നെ നമ്മൾ ലൈറ്റ് ഹൗസിൽ മാക്സിമം 10 മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ലിഫ്റ്റിൻ്റെ അവിടെ വന്ന് നമുക്കിവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. നമുക്കിവിടെ നിന്നിട്ട് മാക്സിമം 10 മിനിറ്റുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് നമുക്ക് തിരിച്ച് പോകുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ചെന്നൈയിലുള്ള ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. അപ്പം എല്ലാവരും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ ചെന്നൈയിൽ വരികയാണെങ്കിൽ ചെന്നൈയിലുള്ള ലൈറ്റ് ഹൗസും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ലൊരു കിടിലൻ സ്പോട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.